അത് ആൻറ്റിക്ക് ഞാൻ പറഞ്ഞെന്നാ മതിയോ? അത് മോനെ, 5-6 ദിവസമായില്ലേ ഈ പെൺകുച്ചി ഞങ്ങളുടെ വീട്ടിൽ വന്നേക്കാൻ തുടങ്ങിയിട്ട്. അതാ ആൻറ്റി ചോദിച്ചേ. ഞങ്ങളുടെ വീട്ടിലല്ലേ അവള് താമസിക്കണേ, അല്ലാതെ ആൻറ്റിയുടെ വീട്ടിലൊന്നും അല്ലല്ലോ. ഏ അയ്യോ മോനെ, മോനൊരു അനിഷ്ടവും വിചാരിക്കല്ലേ. ആൻറ്റി ഈ കൊച്ചിൻ്റെ പേരും ഈ കൊച്ച് ആരാ നിങ്ങളുടെ എന്നൊക്കെ അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഓ, ആൻറ്റി അതറിയാൻ വേണ്ടിയാണോ ചോദിച്ചേ? ആൻറ്റിക്ക് അതറിയണമെന്ന് നിർബന്ധമാണെങ്കിൽ ഞാൻ പറയാം. ദിസ് ഈസ് പ്രകൃതി റിച്ചാർഡ്. ഏ അപ്പൻ്റെ മോളോ? മോൻ കല്യാണം കഴിക്കാന്നൊക്കെ വാക്കാന്നല്ലേ, ഇപ്പൊ മോൻ വേറെ കല്യാണം കഴിച്ചെന്നൊക്കെ പറയണേ. എന്തുട്ടായി പറയണേ? ഏയ്, ഞാൻ ആൻറ്റിക്ക് വാക്ക് തന്നിട്ടില്ല. എൻ്റെ വീട്ടുകാരും ആൻറ്റിക്ക് വാക്ക് തന്നിട്ടില്ല. പിന്നെ ഞങ്ങളാരും അല്ലാതെ പിന്നെ ആരോ പറഞ്ഞേ ആൻറ്റി അടുത്ത് ആൻറ്റിയുടെ മോളെ കെട്ടിക്കൊള്ളാന്ന്. അത് മോനെ, നിങ്ങടാന്ന് പറഞ്ഞ നാടകം കളിക്കണമെന്നില്ല. എനിക്ക് നല്ല ബോധ്യമുണ്ട്. എൻ്റെ കുടുംബത്തിൽ നിന്ന് ആരും നിങ്ങൾക്ക് അങ്ങനെ ഒരു വാക്ക് തന്നിട്ടില്ല. ഇനി ആ നാടകം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കാനാണ് ഞങ്ങളുടെ ഭാവവും നിങ്ങളുടെ ആരോഗ്യം മോശവും. പിന്നെ നിങ്ങളുടെ നാടകം കേട്ടോണ്ടിരിക്കാനുള്ള സമയം എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് മമ്മി വാ കയറി പോവാ. മോനെ മോനെ അത് ഇടയ്ക്ക് ഇരുത്തി എനിക്ക് ബോറടിക്കണ്. നമുക്ക് പ്രിങ്കുവിൻ്റെ വീട് വരെ പോയിട്ട് വന്നാലാ? അവളുടെ വീട്ടിലോട്ട് നമ്മൾ ഇതുവരെയായിട്ടും പോയിട്ടില്ലല്ലോ. നീ എന്ത് പറയണ്? ആടാ, എനിക്ക് ബോറടിക്കണ്ട. നമുക്ക് അവളുടെ വീട് വരെ പോയിട്ട് വരാം. നമ്മളിതുവരെയായിട്ട് ആ വീട് കണ്ടിട്ടില്ലല്ലോ. ആടി, നമുക്ക് അങ്ങാട് തന്നെ പോവാ. പിന്നെ ഒരു കാര്യം കൂടി അറിയാലോ, ഇവള് വൈകുന്നേരം ആവുമ്പോ കറങ്ങാൻ പോലും ഇല്ലെന്ന് പറഞ്ഞ് എന്തിനാ അങ്ങോട്ട് ഓടിപ്പാഞ്ഞു പോണേന്ന്. അപ്പൊ ഒറ്റ മൈൻഡ്, വാ പോവാ. അയ്യോ, ഈ സമയത്ത് ഇപ്പൊ ആരാ വന്നേക്കണേ? സർപ്രൈസ് ആയ മുത്തിനി, ഞങ്ങളാടിയത് പെങ്കു. അയ്യോ, നിങ്ങളോ? നിങ്ങളെന്താ ഇവിടെ ഇപ്പ? വിരുന്നുള്ള ആൾക്കാരോട് ഇങ്ങനെയാണോ പ്രിങ്കു സംസാരിക്കണേ? നടവാതിക്കുന്നൊന്നും മാറി തന്നിരുന്നെങ്കിൽ എനിക്കങ്ങനെ കേറിപ്പോയിരുന്നു. അങ്ങ് മാറിക്കടി. അതെ, അത് വലിയൊരതാണ്. എന്തതാണെന്ന് ഉദ്ദേശിച്ചേ? എടാ, ചിലവര് നമ്മളോട് പറയില്ലേ ഇത് വലിയൊരു ഇതായിപ്പോയെന്ന്. ഓ, കവയത്രി ഉദ്ദേശിച്ച ഉപകാരം എന്നാണോ? അതേടാ, അത് തന്നെ. എടാ, നമ്മള് വിഷയത്തിൽ നിന്ന് തെന്നി മറന്ന്. അതെ അതെ, അങ്ങ് മാറിക്കടി. ഞങ്ങളങ്ങ് അകത്തോട്ട് കയറിപ്പോട്ടെ. നീങ്ങവാടി, ഇവിടെ വന്നിരിക്കുക. നമുക്കിത്തിരി കുശലാന്വേഷണമൊക്കെ പറഞ്ഞു കളിക്കാം. ഇങ്ങനെയാണടി പ്രിങ്കു വന്നു കയറി അതിഥികളോട് സംസാരിക്കണേ. വന്നിരി, നമുക്ക് ഇത്രയേറെ സംസാരിക്കാം. വന്നിരിയടി. എന്താടി പ്രിങ്കു, നിന്റെ കുഞ്ഞമ്മ അല്ലാടെ പെറ്റെടുക്കണ്ട. ഇങ്ങാട് നോക്കടി, ഞങ്ങൾ അതിഥികൾ ഇവിടെയല്ലേ ഇരിക്കണത്. നീ എന്താ ഇടക്കിടക്ക് മുകളിലോട്ട് നോക്കൊണ്ടിരിക്കണേ? നിനക്കൊന്നും എന്റെ സ്ഥിതി പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓ ഓ ഓ, അങ്ങനെയാണല്ലേ കാര്യങ്ങള്. അയ്യോ മാസ്റ്റർ. അയ്യോ, ദേ മാസ്റ്റർ. എൻ്റെ പൊന്നു മാസ്റ്ററെ, ഞാനിനി ഈ വഴി ഒരിക്കലും വരില്ല. ഞാൻ വഴി തെറ്റി അറിയാതെ മാസ്റ്ററിൻ്റെ വീട്ടിൽ വന്നു എന്ന് തോന്നണം. ഞാൻ ഓടാൻ പോണു. എടാ പൊട്ട, ഓടല്ലേ. നമ്മള് മാസ്റ്ററിന്റെ വീട്ടിലോട്ടല്ല ചെന്നേക്കണേ, നമ്മള് പ്രിങ്കുവിന്റെ വീട്ടിലോട്ടാ ചെന്നേക്കണേ. മാസ്റ്ററാണ് ഇങ്ങാട് വന്നേക്കണേ. ഓ, ഇവിടെ എന്താണോ നടക്കണേ എൻ്റെ ദൈവമേ. ഷോ, ഞാനെന്ത് മണ്ടനാണല്ലേ. ഞാൻ മറന്നുപോയ കാര്യം. ഞാൻ മറന്നുപോയി. ഓ, ഞാൻ ഇവനെ കൊണ്ട് തോറ്റല്ല ദൈവമേ. എടി പ്രിങ്കു, മാസ്റ്റർ എന്താടി ഇവിടെ? നീ കാര്യം പറഞ്ഞേ. എടി, അത് ഞാൻ പറയാം, ഒന്ന് വെയിറ്റ് ചെയ്യ. എടി പ്രിങ്കു, മമ്മിയുടെ മമ്മിയെടുത്ത് പറഞ്ഞേക്ക് ഞാൻ പുറത്തോട്ട് പോയെന്ന്. ഞാൻ പറഞ്ഞേക്ക്. എടി 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 ബ്ലഡി ഫുൾ.
എടി എന്താടി മാസ്റ്റർ ഇവിടെ പറയടി പിങ്കു. എടി അത് എടി കിടന്ന് തപ്പിക്കളിക്കാതൊന്ന് പറഞ്ഞേ. പുള്ളി എൻ്റെ ഹസ്ബൻഡാടി. വാട്ട്? കണക്കുകളൊട്ടങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ ദൈവമേ. എടി അതിന് വല്ല ഫ്ലാഷ് ബാക്ക് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരൂ. അതിനുണ്ടൊരു ഫ്ലാഷ് ബാക്ക്. ഞാൻ ഓർഫനാന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ. സ്തുതിയായിരിക്കട്ടെ സിസ്റ്ററെ. എപ്പോഴും എപ്പോഴും. എടാ ജോണെ, നിന്നെ ഇപ്പൊ ഇതുവഴി കാണാറൊന്നുമില്ലല്ലോ. ഇപ്പൊ വന്നതിന്റെ ഉദ്ദേശം എന്താ? സിസ്റ്റർ, ഇവിടെ പ്രകൃതി എന്ന് പേരുള്ള ഒരു കുട്ടിയില്ലേ, ആ കുട്ടിയെ എനിക്ക് അറിയാവുന്നതാ. ഞാൻ കാരണം അവൾ ഓർഫനായത് എൻ്റെ ഒരു ശ്രദ്ധക്കേട് മൂലം. എടാ ജോണെ, നീ പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് സിസ്റ്റർ, ഇവിടെയുള്ള പ്രകൃതിയുടെ പാരൻസ് മരിച്ചു പോയത് എൻ്റെ ഒരു അശ്രദ്ധ മൂലമായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് വണ്ടിയുടെ ബാലൻസ് തെറ്റിയപ്പോൾ ചെന്നിടിച്ചത് ഇവരുടെ വണ്ടിയിലായിരുന്നു. പിന്നെ എനിക്ക് ആ കുട്ടിയെ രക്ഷിക്കാൻ പറ്റി. അതുകൊണ്ടാണ് ഞാൻ ആ കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്നാക്കി. എനിക്കതിവിടെ സുരക്ഷിതമായിരിക്കും എന്നറിയാം. മനസ്സിലായി. ഇപ്പൊ വന്നതിന്റെ ഉദ്ദേശം എന്താ? സിസ്റ്റർ, ഞാൻ ചെയ്തൊരു തെറ്റ് കാരണം പോയത് ആ കുട്ടിയുടെ ജീവിതമാണ്. അതുകൊണ്ട് ഞാൻ തന്നെ ആ കുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കും. എൻ്റെ മകൻ ആ കുട്ടിയെ കെട്ടും. പിന്നെ ആ കുട്ടിയുടെ സ്റ്റഡീസിന് ഇവിടെ കുറേ കഷ്ടപ്പാടുണ്ടെന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് കല്യാണം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളുടെ കോളേജിൽ തന്നെ ആ കുട്ടി പഠിക്കുന്നതാണ്. അവൾക്കിതിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാനിതിൽ സമ്മതിക്കാം. പ്രിങ്കു, ഞാൻ നിന്നവിടെ കണ്ടു. ഇങ്ങ പോന്നേ. സിസ്റ്റർ, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് സമ്മതമാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ നല്ല മനസ്സ് കാരണമാണ് ഇദ്ദേഹം എന്നെ ഇവിടെ കൊണ്ടാക്കിയതും ഇപ്പോൾ മകൻ്റെ ജീവിതം തന്നെ എനിക്ക് തരാൻ പോകുന്നതും. നന്ദിയുണ്ട് സാറേ. ഈ വരുന്ന ആഴ്ച തന്നെ കല്യാണം നടത്താം. പിന്നെ അവനോട് ഞാൻ പറഞ്ഞോളാം. എന്നാ ശരി സാറേ. ചെക്കനും പെണ്ണും ടെൻഷൻ അടിച്ചു ചങ്കു പറിച്ചു ചേർന്നൊരു കല്യാണം. ചങ്കു കൊടുക്കും ചൻസുകളെല്ലാം മാർപ്പ് വിളിച്ച് കൂടണ കല്യാണം. തകിലടിയോ നിറപൊലിയോ മധുരവിടെ വിളിയലിയോ. നമ്മുടെ ചെക്കന്റെ കല്യാണം കളറാണടാ. നമ്മുടെ ചെക്കന്റെ കല്യാണം കിടുവാണടാ. നമ്മുടെ പെണ്ണിന്റെ കല്യാണം പൊളിയാണെടാ. നമ്മുടെ പെണ്ണിന്റെ കല്യാണം കൊലമാസെടാ. ചെക്കനും പെണ്ണും ടെൻഷൻ അടിച്ച് ചങ്കു പറിച്ച് ചേർന്നൊരു കല്യാണം. അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. പുള്ളിക്ക് എന്നെ അത്രയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല. പക്ഷേ പുള്ളിയുടെ വീട്ടിൽ എനിക്ക് ഒരു കുറവും വന്നിട്ടില്ല. വരുത്താൻ പുള്ളിയോ പുള്ളിയുടെ വീട്ടുകാരോ സമ്മതിച്ചിട്ടില്ല എന്നാണ് സത്യം. പിന്നെ ഞാനായിട്ട് തന്നെ പറഞ്ഞാണ് കോളേജിൽ ആരും അറിയണ്ട എന്നൊക്കെ. പിന്നെ ഞാൻ 1.5 വർഷത്തോളം കണ്ടും ബ്രേക്ക് എടുത്തിരുന്നു ഇവിടെ. ഈടി അഭിനയ സിംഹമേ, ഇത്ര നാളായിട്ട് നീ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലല്ലോടി. ഓ, എന്തായാലും ഞങ്ങൾ പോണേണ്. നിന്നെ ഒന്ന് കാണാന്ന് വിചാരിച്ച വന്നേ. ഓ, കണ്ട് തൃപ്തിയായിടി. ബാഡി കയറി പോവാ. നാളെ കാണാട്ടാടി. എടി, ഇന്ന് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ കയറുമല്ലേ? ആടി, നമ്മളിന്ന് നേരത്തെ ഇറങ്ങിയോണ്ട് നമുക്ക് നേരത്തെ ക്ലാസ്സിൽ കയറാൻ പറ്റും. എടി, നിന്നേക്ക് എന്തൊരു ബുക്കിന്റെ മുകളിലാണോ പെട്ടിട്ടത്? നിനക്കൊക്കെ എന്തൊരു അങ്ങാട് പോകാൻ ഇത്രയ്ക്ക് ആഗ്രഹം? അങ്ങാട് എനിക്ക് പോകണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ അത്രക്ക് ഹാപ്പി ആയിട്ടുള്ള മനുഷ്യനായനി. കിടന്ന് സംസാരിക്കാതെ അങ്ങോട്ട് നടക്കടാ. നമുക്ക് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് റിവിഷൻ ചെയ്യാം. നിനക്കൊക്കെ എന്തൊരു പ്രാന്താണോ? പ്രകൃതി ഒന്ന് അവിടെ നിൽക്കോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ ചേട്ടാ, അതിനെന്താ പറഞ്ഞു? പ്രകൃതി, എനിക്ക് പ്രകൃതി ഇഷ്ടമാണ്. പ്രകൃതി ആലോചിച്ചിട്ട് ആൻസർ പറഞ്ഞാൽ മതി. വണ്ടർഫുൾ കഴിഞ്ഞ കസ്തർ. ഇടയ്ക്കിര ഇയാളുടെ ഫോട്ടോ എടുത്ത് വെച്ചോ. നമുക്ക് വേണമെങ്കിൽ ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞ് പോസ്റ്റ് അടിക്കാൻ കൊടുക്കാം.
ഓക്കേടി, അത് ഞാൻ സെറ്റാക്കാം. നമുക്കിത് എങ്ങനെയും മാസ്റ്ററിന്റെ ചെവിയിൽ എത്തിച്ചിട്ട് ഇയാൾക്കൊരു പണി കാണിച്ചു കൊടുക്കണം. അയ്യമ്മ ഒരു പാരെടുത്തപ്പോ എന്താ സുഖം. അയ്യോ ചേട്ടാ, ഞാൻ ചേട്ടൻ അങ്ങനെയൊന്നുമല്ല കണ്ടിരിക്കണേ. ഞാൻ എൻ്റെ ഒരു ബ്രദറിനെ പോലെ കണ്ടിരിക്കണേ. എനിക്ക് ചേട്ടന് ഇഷ്ടമൊന്നുമല്ല. പ്രകൃതി താൻ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി, ടൈമുണ്ട്. എന്തായാലും ഡ്രസ് ഒന്ന് അയക്കണം, അല്ലെങ്കിൽ നീ എൻ്റെ വേറെ മുഖം കാണും. എടി പ്രിങ്കു, നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മറ്റേ രാമായണത്തിലെ സീതനെ പോലെയുള്ള. പക്ഷെ ഇതിൽ രാമനില്ല, രണ്ടും രാവണന്മാരാ. ഒന്ന് നിനക്ക് സ്വന്തമായിട്ടുള്ള ഒരു രാവണനും, ഒന്ന് ഇതിനെ വേണമെന്ന് പറയാൻ നടക്കുന്ന ഒരു രാവണനും. പക്ഷേ വിജയം മറ്റേ രാമൻ്റെ ഭാഗത്താണ് ഞാൻ കാണുന്നത്, നിന്റെ സ്വന്തമായിട്ടുള്ള. നമ്മളിനി എന്ത് ചെയ്യും മല്ലയ്യ? നമ്മളിനി ഒന്നും ചെയ്യണ്ട, ചെയ്യാനുള്ളതൊക്കെ മാസ്റ്റർ ചെയ്തോളും. നിങ്ങൾ അങ്ങോട്ടൊന്ന് നോക്കിയേ. അയ്യോ ഇത് ചേട്ടൻ, ഇനി ഇച്ചാൻ അറിയും. എൻ്റെ ദൈവമേ. എടാ റിച്ചി, എന്താടാ പ്രശ്നം? എടാ അപ്പ നീ ഒന്നും അറിഞ്ഞില്ലേ? മണ്ണൻ ചാരി നാം പെണ്ണും കൊണ്ട് പോയടാ. എടാ മുറ്റത്ത് തുളസിക്ക് പണ്ടേ മണമില്ലെന്ന ആൾക്കാരെ വിചാരം, പക്ഷെ മണമുണ്ട്. ദേ അവൻ കൊണ്ടുപോകാൻ പോണ്. എടാ പൊട്ട, നീ പഴഞ്ചൊല്ല് പറഞ്ഞു കളിക്കാതെ ആരടാ മണ്ണൻ ചാരിന്ന് പെണ്ണും കൊണ്ടുപോയത്? പറഞ്ഞേ നീ. എടാ പൊട്ടന്മാരെ, ആ ആദ്യയില്ലേ നമ്മുടെ പെൺകുനെ പ്രപ്പോസ് ചെയ്ത്, അത് പറയാനാ ഞാൻ വന്നേ. നിന്റെ പെണ്ണിനെ അവൻ അടിച്ചോണ്ടു, നീ നോക്കിയിരുന്നോ വേണമെങ്കിൽ. അവൾ എന്റെ പെണ്ണൊന്നുമല്ല, പിന്നെ അവളെവിടെ? നീ താലി കെട്ടിയ പെണ്ണ് എന്നും നിന്റെ ഭാര്യ തന്നെയ്ക്കും, നിന്റെ പെണ്ണൻ തന്നെയ്ക്കും. പിന്നെ നീ ഇപ്പൊ ചാടിക്കേറി അവളോട് ഒരു പ്രശ്നത്തിന് പോണ്ട. വീട്ടിൽ ചെന്നിട്ട് സമാധാനത്തിൽ ചോദിച്ചാൽ മതി. എടാ ഈവനിങ് പരിപാടിക്ക് രണ്ടുപേരും കൂടി അങ്ങോട്ട് വരില്ലേ? ഞാൻ അവളെയും കൂട്ടി അങ്ങോട്ട് വന്നേക്കാം. ഓഹോ, നീ അവനെ വിളിച്ച് എന്നെ വിളിച്ചില്ല. ലെറ്റ്സ് ബ്രേക്കപ്പ്. അയ്യേ, ലെറ്റ്സ് ബ്രേക്കപ്പാ? ഞാൻ അത്രക്കാരനല്ല, പൊള വെട്ടി. പിന്നെ ആര് വന്നില്ലെങ്കിൽ നീ വരുമെന്നുള്ള കാര്യം എനിക്കറിയാം. നിനക്ക് ഇനി അത് കേട്ടേ പറ്റില്ലെങ്കിൽ നീ വന്നോട്ടാ മോനെ. ഇത് ആടാ, താങ്ക്സ്. ഞാൻ അങ്ങോട്ട് വന്നേക്കാട്ടോ. ഒന്ന് പോയടാ അപ്പൊ ചാന്തോട്ടിന്ന് കളിക്കാതെ. എടി പ്രിങ്കു, നിന്നെ ആദ്യം പറഞ്ഞ ആരെയും പ്രപ്പോസ് ചെയ്തായിരുന്ന? അത് അത് അതെന്താ ഇച്ചാൻ അറിയണേ? തർക്കുത്തരം പറയണ പണ്ടേ എനിക്ക് ഇഷ്ടമില്ലാത്ത സ്വഭാവമാണ്. ഇപ്പൊ നീ പറഞ്ഞേ നിനക്ക് പണിഷ്മെന്റ് വേണ്ടേ? ഇത് നീ പിടിച്ചോ. എന്തിനാ എന്നോട് ഇങ്ങനെ? ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? ഞാൻ ഓർഫനായോണ്ടാണോ? എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ട് ദ്രോഹിക്കണേ? കിടന്ന് ചിലക്കാതെ പോയി ഡ്രസ്സ് മാറടി. എൻ്റെ ഫ്രണ്ടിന്റെ അനിയത്തിന് എൻഗേജ്മെന്റ് ആണ്. നമ്മ രണ്ടുപേരും കൂടി വിളിച്ചേക്കാണ്. നീ കൂടെ വന്നു. മമ്മി, ഞങ്ങൾ പോണേ കേട്ടോ. ആ മക്കളെ, പോയിട്ട് വാ. ആ, നിങ്ങൾ വന്നോ? എടി ചിന്നു, എടി നിന്റെ റിച്ചി ചേട്ടൻ വന്നേക്കണം.